ഹായ് എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നിർവര എഡ്യൂക്കേഷൻ. പഠിപ്പിക്കുന്ന പോർഷൻസ് നന്നായി മനസ്സിലാകാൻ ലെക്ചർ 1 to 5 കണ്ടതിന് ശേഷം ലെക്ചർ 6 കാണുക. നെക്സ്റ്റ് ഈസ് പെർമിറ്റിവിറ്റി. കൂളംസ് ലോയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പെർമിറ്റിവിറ്റി. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ക്യാൻ ബി റിട്ടൺ ആസ് F is equal to C into Q1 Q2 divided by R square, where C is Coulomb's constant. So we can say what are the factors which influence the electrostatic force. രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. സിംപ്ലി Q1 Q2 ഇക്വേഷനിലുണ്ട്. സോ ചാർജുകളുടെ വാല്യൂ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ദ ഫസ്റ്റ് ഫാക്ടർ ഈസ് ചാർജസ്. സെക്കൻഡ്, ഈ ഇക്വേഷനിൽ തന്നെ R റെപ്രസെൻറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ്. സോ the value of electrostatic force depends on distance between the charges. Distance between the charges. So next is ഈ ഇക്വേഷനിൽ നമുക്ക് കാണാം C Coulomb's constant ആണ്. So C is also a factor which influence the electrostatic force. So third one is C, that is Coulomb's constant. Coulomb's constant. So എങ്ങനെ Coulomb's constant ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫോർ ആൻ എക്സാമ്പിൾ, നമ്മുടെ രണ്ട് ചാർജസ് Q1 Q2 നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. സോ Q1 Q2 പോസിറ്റീവ് ചാർജുകളായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ നമുക്കറിയാം ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് റിപ്പൾസീവ് നേച്ചർ ആയിരിക്കും. ആ റിപ്പൾസീവ് ഫോഴ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള റിപ്പൾസീവ് ഫോഴ്സിനെ, ഫോർ ആൻ എക്സാമ്പിൾ, ഈ റിപ്പൾസീവ് ഫോഴ്സിനെ ത്രെഡുകളാക്കി ഞാൻ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് Q1-ൽ നിന്ന് Q2-ലേക്ക് പാസ് ചെയ്യുന്ന ത്രെഡുകളായി ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ത്രെഡുകളായി ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഞാൻ പറയുന്നു ഒരു 100 ത്രെഡ്സ് ആണ് Q1-ൽ നിന്നും Q2-ലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. ആ 100 ത്രെഡ്സ് ആണ് ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ 100 ത്രെഡ്സ് ഇപ്പോൾ പാസ് ചെയ്ത് പോകുന്നത് Q1-നും Q2-നും ഇടയിലുള്ള ആ മീഡിയത്തിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. ആ മീഡിയം ചിലപ്പോൾ വാക്യൂം ആവാം, ചിലപ്പോൾ എയർ ആവാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മീഡിയം ആവാം. സോ ആ 100 ത്രെഡ്സ് പാസ് ചെയ്തു പോകുന്നത് Q1-നും Q2-നും ഇടയിലുള്ള ആ മീഡിയത്തിലൂടെയായിരിക്കും. സോ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ മീഡിയം 100 ത്രെഡ്സിൽ ഒരു 60 ത്രെഡ്സിനെ അബ്സോർബ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ മീഡിയം ഇതിലൂടെ പാസ് ചെയ്തു പോകുന്ന 100 ത്രെഡ്സിൽ ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 100 ത്രെഡ്സിൽ ഒരു 60 ത്രെഡ്സിനെ അബ്സോർബ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ Q1 Q2-നും ഇടയിലുള്ള റിമൈനിങ് ത്രെഡ്സ് 100-ന് പകരം ഇപ്പോൾ 40 ത്രെഡ്സ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. സോ ഈ 40 ത്രെഡ്സ് ആയിരിക്കും Q1-നും Q2-നും ഇടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഈ മീഡിയം എന്താണ് ചെയ്തിരിക്കുന്നത്? അതിലൂടെ പാസ് ചെയ്തു പോകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ എഫക്റ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തത്. ആ പ്രോപ്പർട്ടിയെ, ദാറ്റ് മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ നമ്മൾ പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി. സോ
ഇഫ് ദ വാല്യൂ ഓഫ് പെർമിറ്റിവിറ്റി ഇൻക്രീസസ്. ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ ആൻ എക്സാമ്പിൾ, ഈ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ആ മീഡിയം കൂടുതൽ ത്രെഡ്സിനെ അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ത്രെഡ്സിനെ അബ്സോർബ് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 60 ത്രെഡ്സിനെ അബ്സോർബ് ചെയ്ത സ്ഥാനത്ത് ഫോർ ആൻ എക്സാമ്പിൾ ഒരു 80 ത്രെഡ്സിനെ മീഡിയം അബ്സോർബ് ചെയ്തു എന്ന് വിചാരിക്കുക. 80 ത്രെഡ്സിനെ മീഡിയം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ത്രെഡ്സ് 20 ത്രെഡ്സ് മാത്രമേ റിമൈനിങ് ഉണ്ടായിരിക്കുള്ളൂ. സോ 20 ത്രെഡ്സ് മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഇഫ് പെർമിറ്റിവിറ്റി increases, then the value of electrostatic force will decrease. ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ മീഡിയത്തിലൂടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതായിരിക്കും. സോ പെർമിറ്റിവിറ്റിയെ നമ്മൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? പെർമിറ്റിവിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, പെർമിറ്റിവിറ്റിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? പെർമിറ്റിവിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് the characteristic of a medium due to which it can absorb certain effect of electrostatic force between charges. So നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പെർമിറ്റിവിറ്റി ഈസ് ദ characteristic of a medium due to which it can absorb a certain effect of electrostatic force between two charges. So രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ എമൗണ്ടിനെ അബ്സോർബ് ചെയ്യാനുള്ള ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമിറ്റിവിറ്റി. സോ പെർമിറ്റിവിറ്റി ഇൻക്രീസ്, ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ആവുന്നതായി നമുക്ക് കാണാൻ പറ്റും. സോ പെർമിറ്റിവിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എപ്സിലോൺ. എപ്സിലോൺ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ പെർമിറ്റിവിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ കൂളംസ് കോൺസ്റ്റൻറ്റ് സിയുടെ വാല്യൂ പെർമിറ്റിവിറ്റിയുടെ ടേമിൽ നമ്മൾക്ക് എഴുതാൻ കഴിയും. സോ കൂളംസ് കോൺസ്റ്റൻറ്റ് സി ഈസ് ഈക്വൽ ടു 1/4 epsilon, where epsilon is the permittivity of the medium, and C is the Coulomb's constant. So C യുടെ വാല്യൂ 1/4 epsilon. So C യുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് എപ്സിലോൺ നമ്മൾ കൂളംസ് ലോയിലോട്ട് നമ്മൾ നൽകുന്നു. സോ കൂളംസ് ലോ ക്യാൻ ബി റിട്ടൺ ആസ് F ഈസ് ഈക്വൽ ടു സിയുടെ വാല്യൂ 1/4 epsilon Q1 Q2 divided by R square. So this is the exact
form of Coulomb's law. So this is the modified form of Coulomb's law. So from this equation it is clear that epsilon denominator വന്നിരിക്കുന്ന term ആണ്. So it is clear that if the value of epsilon increases, the electrostatic force decreases. So the value of epsilon depends on the medium between these two charges. So for normal കേസുകളിൽ നമ്മൾ രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയം വാക്യൂമായി നമ്മൾ അസ്യൂം ചെയ്യുന്നു. രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയം വാക്യൂം ഓർ ഫ്രീ സ്പേസ്. വാക്യൂം ഓർ ഫ്രീ സ്പേസ്. സോ മീഡിയം ഫ്രീ സ്പേസ് ആണ് അല്ലെങ്കിൽ വാക്യൂം ആണെങ്കിൽ എപ്സിലോൺ ക്യാൻ ബി റിട്ടൺ ആസ് എപ്സിലോൺ സീറോ. എപ്സിലോൺ സീറോ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. സോ എഫ് ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ സീറോ Q1 Q2 divided by R square. This is Coulomb's law when the medium is vacuum or free space. So the value of 1/4 epsilon 0 can be calculated as 9 into 10 raised to 9. This is the value of 1/4 epsilon 0. 9 into 10 raised to 9. So we can written as F is equal to 9 into 10 raised to 9 Q1 Q2 divided by R square. This equation is exclusively for free space. If the medium is free space. The medium is free space. So this is Coulomb's law. Next video il nammal padikkan povunathu what are the units related to Coulomb's law. What are the units for charge Q1 Q2 and what is the unit for permittivity, what is the unit for Coulomb's constant. That is we will discuss in the next video. Okay, thank you.